ശ്രീനിവാസന്റെ ഭൗതികദേഹം ഇപ്പോൾ തൃപ്പൂണിത്തറ കണ്ടനാട്ട വസതിയിലാണുള്ളത്. അവിടെ ഉറ്റവർ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടെ സംസ്കാരം നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇക്കാര്യം സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് വിജയകുമാറാണ് ഇപ്പോൾ ശ്രീനിവാസന്റെ വസതിക്ക് മുൻപിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നത്. വിജയകുമാർ, അവിടെ പ്രദേശവാസികളൊക്കെ എത്തി അദ്ദേഹത്തെ ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ വിജയകുമാർ? ഉന്മേഷ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ കണ്ടനാട്ടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മാത്രമേ വീടിനകത്തുള്ളൂ. നാട്ടുകാരൊക്കെ വന്ന് പുറത്തുനിന്ന് അദ്ദേഹത്തെ കണ്ട് മടങ്ങുകയാണ്. വീട്ടിനുള്ളിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴുള്ളത്. കുടുംബാംഗങ്ങൾക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമായി കുറച്ച് സമയം എന്നൊരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് വൈകുന്നേരം അത്രയും സമയം ഈ നാട്ടുകാർ എന്ന് വെച്ചാൽ ഈ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തുന്ന ആളുകളെ തടയാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഒടുവിൽ അങ്ങനെ തടയേണ്ടതില്ല, അവർക്ക് അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് അവസരം കൊടുക്കണം എന്ന് പിന്നീട് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ പല ചലച്ചിത്ര പ്രവർത്തകരും, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. ചിലരൊക്കെ ടൗൺ ഹാളിൽ എത്തിയിരുന്നു, മറ്റു ചിലർ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അപ്പോഴങ്ങനെ എത്തുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടണം. അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വീടിനകത്തേക്ക് പോയിരുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം ഇതിനോടകം തന്നെ ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചിലരൊക്കെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ടൗൺ ഹാളിലൊക്കെ വലിയ തിരക്ക്, ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇത് കണ്ടനാട് ഈ വീട്ടുവളപ്പിലേക്ക് എത്തുന്ന ആളുകളിൽ അധികവും ഈ നാട്ടുകാർ തന്നെയാണ്. അവർ ഈ വീട്ടിലേക്ക് രാവിലെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ ഇവിടേക്കുള്ള ഒഴുക്കായിരുന്നു. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ശ്രീനിവാസനുമായി ഈ കുശല പ്രശ്നം നടത്തുന്ന തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർ മുതൽ അദ്ദേഹത്തിൻ്റെ പട്യം ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാവരും അവസാനമായി ശ്രീനിവാസനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. ഈ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയിൽ ആളൊഴിഞ്ഞ അല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ ടൗൺ ഹാളിലാണ് എത്തിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാളെ രാവിലെ 8:30 വീട്ടിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട്ടാണ്. കോഴിക്കോട്ട് നേരത്തെ തീരുമാനിച്ച ചില പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം നാളെ രാവിലെ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ ഇതിനോടകം മന്ത്രി സജി ചെറിയാനും പി രാജീവും ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിൽ എത്തിയിരുന്നു. നാളെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നുള്ളവർ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളുമായും അല്ലെങ്കിൽ പ്രവർത്തകരുമായും ഒക്കെ വലിയ ആത്മബന്ധമുള്ളയാളാണ്. അവരോടൊക്കെ രാഷ്ട്രീയം സംസാരിക്കുകയും രാഷ്ട്രീയ ചർച്ചകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു. ഒരു സിനിമ താരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ജാടയോ തലക്കനമോ അദ്ദേഹത്തിന് ലെവലേശം ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും ഹൃദയം തുറന്ന് സംസാരിക്കാനും അവരോട് വളരെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നതിനും ശ്രീനിവാസൻ എല്ലാ കാലത്തും സമയം കണ്ടെത്തുകയും അതൊരു അദ്ദേഹത്തിന് ഏറെ താല്പര്യമുള്ള വിഷയം കൂടിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ഇത്തരം ചർച്ചകളിലൂടെയും ഇത്തരം വർത്തമാനങ്ങളിലൂടെയും അദ്ദേഹത്തിന് പല പുതിയ വിവരങ്ങൾ കിട്ടുകയും പുതിയ കഥാപാത്ര രൂപീകരണത്തിന് അതൊക്കെ വലിയ സഹായമാവുകയും ചെയ്തു എന്ന് അദ്ദേഹം ചില ഘട്ടങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ തൻ്റെ ചുറ്റുപാടുകളിലെ വ്യക്തികളെ, തൻ്റെ ജീവിതാനുഭവങ്ങളെയൊക്കെ സിനിമയുടെയും അല്ലെങ്കിൽ തിരക്കഥയുടെയും ഒക്കെ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളത് കാണുന്ന സിനിമയിലെ കഥാപാത്ര രൂപീകരണത്തിലൊക്കെ അദ്ദേഹത്തിന് ഏറെ സഹായം ചെയ്തിട്ടുണ്ട്. ആ നിലയിലാണ് അദ്ദേഹം ഇത്തരം ഈ സൗഹൃദ സംഭാഷണങ്ങളെയും ഒക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെ വലിയ ബന്ധം, ഊഷ്മളമായ ബന്ധം, ഇടപെട്ട എല്ലാവരുമായും ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ, അവസാന ശ്വാസം വരെ കർമ്മനിരതനാവുകയും ചെയ്തിരുന്ന ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഏറ്റവും ആളുകളുടെ വലിയ സ്നേഹവും അതുകൊണ്ട് തന്നെയാണ്. അവരുടെ ജീവിതവും അവരുടെ കഥയും ഒക്കെ തന്നെയാണ് ശ്രീനിവാസൻ പലപ്പോഴും സിനിമകളിലൂടെ, തിരക്കഥകളിലൂടെയൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.